ടൂറിസത്തിൽ കൊല്ലത്തെ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലമാണ് സാമ്പ്രാണിക്കൊടി. അതുമാത്രമല്ല കായൽ ടൂറിസത്തിൽ ഏകദേശം 500-നും 1000-നും ഇടയ്ക്കാണ് അവധി ദിവസങ്ങളിൽ, ചില ദിവസങ്ങളിൽ 2000-ന് മുകളിൽ ആൾക്കാരെത്തുന്നുണ്ട്. ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോമിലേക്കാണ് ഈ സ്പീഡ് ബോട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നത്. അവർ ഇവിടെ നിന്നതിന് ശേഷം അവർക്ക് ഇവിടെ നിന്ന് കാണാം, വീണ്ടും വേറെ ബോട്ടിൽ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് സാമ്പ്രാണിക്കൊടിയിലെ ഈ ഒരു സ്ഥലം. കൊല്ലത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെ അഷ്ടമുടിക്കായലിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ദ്വീപാണ് പ്രാക്കുളത്തെ സാമ്പ്രാണിക്കൊടി ദ്വീപ്. ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് എല്ലാവിധ സൗകര്യവും DTPC ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഒരുക്കിയിട്ടുണ്ട്. DTPC നൽകുന്ന നിർദ്ദേശങ്ങളും നിബന്ധനകളും അനുസരിച്ച് വേണം യാത്ര ചെയ്യേണ്ടത്. വെറും 150 രൂപ ചിലവിൽ DTPCയുടെ ബോട്ടിൽ ലൈഫ് ജാക്കറ്റ് ധരിച്ച് സുരക്ഷിതമായി ദ്വീപിലെത്താം. 1 മണിക്കൂർ ചിലവഴിക്കാം. DTPC 3 സെൻറ്ററുകളാണ് ഉള്ളത്. മണലിലും കുരിപ്പുഴയിലെ ബോട്ട് ജെട്ടിയിൽ നിന്നും ഇവിടെ എത്താൻ സാധിക്കും. എത്തുന്ന ഭൂരിഭാഗം സന്ദർശകരും കായലിൽ ഇറങ്ങിയിട്ടാണ് മടങ്ങാറുള്ളത്. കൊല്ലത്ത് നിന്ന് സ്വകാര്യ വാഹനങ്ങളിലും ബസ്സുകളിലുമായി സന്ദർശകർ ഇവിടെ എത്താറുണ്ട്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും സമീപ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ടൂറിസ്റ്റുകൾ സാമ്പ്രാണിക്കൊടിയിൽ എത്താറുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് സാമ്പ്രാണിക്കൊടിയിലെ DTPCയുടെ ഓഫീസിൻ്റെ മുൻപിലാണ്. നല്ലൊരു ടീമായിട്ട് ഇവിടെ ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ സാറിൻ്റെ പേര്? എൻ്റെ പേര് വിനോദ്. രാവിലെ 9:30 തൊട്ട് ടിക്കറ്റ് ടൈം 4:30 വരെയാണ് നമുക്ക് പറഞ്ഞിരിക്കുക. 1000-ഓളം ആൾക്കാർ വരുന്നത് കേരളത്തിൽ ഇപ്പോൾ ശരിക്കും കായൽ ടൂറിസത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലം. ശ്രദ്ധേയമാണ് നമ്മുടെ ഇവിടുത്തെ സാമ്പ്രാണിക്കൊടി. DTPC 3 സെൻ്ററാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഒന്ന് മണലിലും ഒന്ന് കുരിപ്പുഴ കൂട്ടിയിട്ടില്ല. അവിടുന്ന് ഇങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. അതിനൊക്കെ മണലിൽ നിന്നുണ്ട്. നമ്മുടെ അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാമ്പ്രാണിക്കൊടി പോകണമെങ്കിൽ ഇവിടെ പ്രാക്കുളത്ത് ഇവിടെ വന്നതിന് ശേഷം മാത്രമേ പോകാനൊക്കെ. ഇപ്പോൾ സാറ് പറഞ്ഞ കണക്ക് ടോട്ടൽ 3 സെന്റർ ഉണ്ട്. അപ്പോൾ എത്ര സമയമാണ് ഇവിടെ? നമുക്ക് 1 മണിക്കൂറാണ് ആൾറെഡി പറഞ്ഞിരിക്കുന്ന സമയം. 1 മണിക്കൂർ കൊണ്ടുപോയി. അപ്പോൾ അത് എല്ലാം DTPCയുടെ ബോട്ടായുണ്ട്. പെട്ടെന്ന് വരുന്നവർക്ക് വരാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. വരുന്ന ബോട്ടിൽ കയറി വരാം. ഏത് ബോട്ടിൽ പോകണമെങ്കിലും കയറി തിരിച്ചു വരാം. 3 സ്ഥലത്തുനിന്ന് അവിടെയാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ അല്ല, അവിടെയാണ് കൊണ്ടുപോകുന്നത്. ഗസ്റ്റുകൾക്ക് കൂടുതൽ കറങ്ങി വരാതെ പെട്ടെന്ന് കയറി വരാം. അവിടെ നിന്ന് വരുമ്പോഴേ